أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മഹാഭാഗ്യം കിട്ടിയ വിശ്വാസികളിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ ദൂരീകരിച്ച് തരുമാറാവട്ടെ. ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം വിശ്വാസികളുണ്ട്. റഹ്മാനായ അള്ളാഹു അവരുടെയൊക്കെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് അത്ഭുതകരമായ രൂപത്തിൽ ശഫിയാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനികളെ, ജീവജാലങ്ങളിലെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് വസ്ത്രധാരണം. മതം, നാട്, സംസ്കാരം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി വിവിധ തരത്തിലുള്ള വസ്ത്രധാരണ രീതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വസ്ത്രം ഒരു ഐഡന്റിറ്റിയാണ്. മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായ ഇന്ത്യയുടെ സൗന്ദര്യമാണ് വിവിധങ്ങളായ വസ്ത്രധാരണകൾ. സിഖുകാരന്റെ വസ്ത്രം എന്ന് നമ്മൾ പറയും, മുസ്ലിമിന്റെ വേഷവിധാനം എന്ന് നമ്മൾ പറയും, ഹൈന്ദവന്റെ വസ്ത്രധാരണം എന്ന് നമ്മൾ പറയും, പൂജാരിയുടെ വസ്ത്രം, കന്യാസ്ത്രീകളുടെ വസ്ത്രം, അങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം, അങ്ങനെ വിവിധങ്ങളായ വസ്ത്ര രീതികളും വേഷവിധാനങ്ങളുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതാണ് നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും. അത് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു സംസ്കാരമാണ്. എന്നാൽ ഒരു വിഭാഗം ധരിച്ച വസ്ത്രത്തെ മറ്റു വിഭാഗം ആളുകൾ ആദരിച്ചും പരികരിച്ചും പോന്നിട്ടുള്ള ഒരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പൂണൂൽ ധരിക്കുന്ന ഒരു പൂജാരിയോട് നിങ്ങളത് ധരിക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫാദറിനോടും കന്യാസ്ത്രീകളായ ക്രിസ്ത്യൻ യുവതികളോടും ഇതിവിടെ പറ്റില്ല എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് ന്യായമല്ല. കാരണം ഇതൊരു മതേതര ഇന്ത്യയാണ്. മതേതര ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഓരോ മതത്തിനും അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ വളരെ കൃത്യമായി സ്വാതന്ത്ര്യമായിട്ട് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം എവിടെയുണ്ട് എന്നുള്ളതാണ്. ഓരോ മതവിശ്വാസികൾക്കും ആരാധനാലയങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഓരോ മതവിശ്വാസികളായ ആളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അതിന് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്നുള്ളതാണ്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ വേഷവും മുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റിയും മുസ്ലിമീങ്ങളുടെ അടയാളങ്ങളും എപ്പോഴും ചർച്ചയാണ്. അങ്ങനെ ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ?
നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ എന്തുകൊണ്ടാണ് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വസ്ത്രധാരണം, ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള യുവതികളുടെ വസ്ത്രധാരണം ചർച്ച ചെയ്യപ്പെടാത്തത്? കന്യാസ്ത്രീകളുടെ വസ്ത്രധാരണം ചർച്ച ചെയ്യപ്പെടാത്തത് എന്താണ്? അപ്പൊ മുസ്ലിം സ്ത്രീകളുടേത് മാത്രമാകുമ്പോൾ എപ്പോഴും ഒരു നിറഞ്ഞു നിന്ന് ചർച്ചയാണ്. പൊതുസമൂഹത്തിൽ എപ്പോഴും വിവാദം, എന്തെങ്കിലും ഒരു വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് മറുപടി പറഞ്ഞും അതേക്കുറിച്ച് ചിന്തിച്ചും ഈ സമുദായം എപ്പോഴും പ്രതിസന്ധിയിലാക്കുകയാണ്. എപ്പോഴും ഒരു പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും, എന്ത് ചർച്ചകൾ ഉണ്ടായാലും, എന്ത് സംസാരങ്ങൾ ഉണ്ടായാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു ആദർശമുണ്ട്. പ്രത്യേകിച്ച് ഹിജാബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എപ്പോഴും ചർച്ചയാണ്. ഇസ്ലാമിക വസ്ത്രധാരണം രണ്ട് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ മതപരമായ ഒരു നിയമമാണത്, വിശ്വാസപരമായ ഒരു കാര്യമാണത്. അത് ശരീഅത്തിന്റെ നിയമമാണ്. മുസ്ലിം സ്ത്രീയുടെ ഹിജാബിന്റെ നിയമം അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു മൗലികമായ അവകാശമാണ്. ഇത് രണ്ടും കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും നമ്മൾ കടപ്പെട്ടവരാണ്. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളിലും നിയമമുള്ളതുപോലെ തന്നെ ഈ വസ്ത്രധാരണത്തിൽ നിയമമുണ്ട്. ഔറത്ത് എന്നാണ് പറയാ. ഔറത്ത്, മറക്കപ്പെടേണ്ട ഭാഗം മറക്കുക. ആ സ്ത്രീകളുടെ ഔറത്ത് എന്നതാണ് എന്നും പുരുഷന്റെ ഔറത്ത് എന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കുറെ കാലം കഴിയുമ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റൂല. അതാ പ്രശ്നം. സെമിറ്റിക് മതങ്ങളായ ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ജൂതമതവും, ഇസ്ലാം മതത്തിൽ ഒന്നും മാറിയിട്ടില്ല, ഒന്നും മാറ്റാൻ പറ്റൂല. ക്രൈസ്തവ മതത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വസ്ത്രധാരണ രീതികൾ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണ ക്രൈസ്തവ സമൂഹത്തിലും ഇസ്ലാമിക സമൂഹത്തിലും ജൂത സമൂഹത്തിലും ഒരേപോലെയാണ്. ജൂത സ്ത്രീകളെ പരിശോധിച്ച് നോക്കൂ, എല്ലാവരും ഔറത്ത് മറച്ചിട്ടുണ്ടാവും. പൂർണ്ണമായും മുടിയും ശരീരം പൂർണ്ണമായും മറച്ചിട്ടുള്ളവരാണ് വിശ്വാസത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച ജൂത സ്ത്രീകൾ. അതേപോലെ തന്നെ ക്രൈസ്തവ മതത്തിലുണ്ടല്ലോ വിശുദ്ധ വസ്ത്രം എന്നാണ് പറയാം. സഭാവസ്ത്രങ്ങൾ, വിശുദ്ധ വസ്ത്രങ്ങൾ, അഥവാ ആ വ്യക്തികൾ വിശുദ്ധരാണ്, അതുകൊണ്ട് വിശുദ്ധമായ വസ്ത്രം ധരിക്കണമെന്നതാണ്. ഇസ്ലാമിൽ പറയുന്നത് ഏതെങ്കിലും ഒരു കോൺവെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി മാത്രമല്ല വിശുദ്ധ വസ്ത്രം ധരിക്കേണ്ടത്. എല്ലാ പെൺകുട്ടികളും വിശുദ്ധരാണ്, എല്ലാ സ്ത്രീകളും വിശുദ്ധരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ധരിക്കുന്ന വസ്ത്രവും വിശുദ്ധമാകണം. അതിനാണ് ഔറത്ത് എന്ന് പറയാം. സ്ത്രീകളുടെ ഔറത്ത്, പുരുഷന്റെ ഔറത്ത്. ഇത് പാലിക്കാൻ മുസ്ലിം സമുദായം ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ശിക്ഷക്കത് കാരണമാകും. നിങ്ങൾ നിസ്കരിച്ചിട്ടെങ്കിൽ റബ്ബ് ചോദിക്കുന്നത് പോലെ, സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ റബ്ബ് ചോദിക്കുന്നത് പോലെ, പെൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ ഔറത്ത് മറച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും. നിർബന്ധമുള്ള കാര്യമാണ്. ഇസ്ലാമിക സമൂഹത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 5 വക്ത നിസ്കാരത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നോമ്പിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്നതുപോലെ ഇജ്മാ ആണ്. സമുദായങ്ങൾ ഇത്രമാത്രം അഭിപ്രായ ഭിന്നതകളുള്ള ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ ഔറത്ത് മറക്കണം, തല മറക്കണം, ശിരോവസ്ത്രം ധരിക്കണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുഖം മറക്കുന്ന കാര്യത്തിൽ ചില ആളുകൾ മാത്രം ചില അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശുദ്ധ ഖുർആൻ പറയുന്നു, وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ وَلَا يُبْدِينَ زِينَتَهُنَّ إِلَّا مَا ظَهَرَ مِنْهَا
വൽയദ്ബിന ബിഖുംരിഹിന്ന അലാ ജുയൂബിഹിന്ന. റസൂലേ, നിങ്ങൾ മുഅ്മിനാത്തുകളോട് പറയുക, സത്യവിശ്വാസികളോട് പറയുക, അവരുടെ കണ്ണുകളും ഗുഹ്യഭാഗങ്ങളും സൂക്ഷിക്കാൻ. കണ്ണുകളും ഗുഹ്യഭാഗങ്ങളും സൂക്ഷിക്കാൻ പറഞ്ഞു തീർന്നിട്ടില്ല. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അതാണ് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അനിവാര്യമായി കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രം കാണിച്ചുകൊണ്ട്, അതാണ് മുൻകൈയും മുഖവും. അതിൽ തന്നെ അഭിപ്രായത്തിലുണ്ട്, മുഖം പൂർണ്ണമായി മറക്കണം എന്നാണ് വേറൊരു നിരീക്ഷണം. അങ്ങനെ അഭിപ്രായപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ട്. എന്നിട്ടോ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ തട്ടം കൊണ്ട് നിങ്ങളുടെ മാറിടം മറക്കണം. ഇങ്ങനെ മറക്കണം, മാറിടം മറക്കണം. ഇത് ഖുർആന്റെ ശാസനയാണ്. അത് നമ്മൾക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിക്കും. പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കർക്കശമായിട്ട് പറഞ്ഞ സംഭവമാണത്. ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന അസ്മാഅ ബിൻത് അബീ ബക്കർ, ഒരിക്കൽ ആയിഷയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. സ്വാഭാവികമാണല്ലോ, അനിയത്തി കുട്ടി ഉണ്ടാവുമല്ലോ, ഭാര്യയുടെ അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ. വഅലൈഹാ സിയാബുൻ ലിഖാഖ്, നേരിയൊരു തട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു കളയുകയാണ്. ഭാര്യയുടെ അനിയത്തിയെ പ്രവാചകൻ നോക്കുന്ന പോലുമില്ല. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അസ്മാ, മോളെ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ്, ഏതൊരു പെണ്ണാണെങ്കിലും വിവാഹപ്രായമെത്തിയാൽ, കന്യക വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ, ആർത്തവത്തിന്റെ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ, ലം തസ്ലഹു അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ, രണ്ട് കാര്യങ്ങൾ മാത്രമേ അന്യപുരുഷന്മാരിൽ കാണിക്കാവൂ എന്ന് പറഞ്ഞു. ഒന്ന് കയ്യും മറ്റൊന്ന് മുഖവും എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ഇതിൽ തന്നെ വേറെ ഹദീസുണ്ട്, പൂർണ്ണമായും മറക്കുന്ന കൂട്ടത്തിൽ മുഖം മറക്കണമെന്നുള്ള ആ മസല വേറെയാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിന്റെ ഒരു ചട്ടമനുസരിച്ചുള്ള ഒരു സംസാരമാണ് ഞാൻ നടത്തുന്നത്. ഈ കയ്യും ഈ മുഖവും മറക്കണം, അതല്ലാത്ത ബാക്കി ശരീരം മുഴുവൻ മറക്കണം. അതാണ് സ്ത്രീകളുടെ വസ്ത്രം. നമ്മളെ പെണ്ണുങ്ങന്മാരും നമ്മളെ മക്കളും എന്ത് ധരിക്കുന്നു എന്നുള്ളത് ഇസ്ലാമിൽ തെളിവല്ല. സൗദി രാജാവിന്റെ വൈഫ്, അത് ഇസ്ലാമിൽ തെളിവല്ല. സദ്ദാം ഹുസൈന്റെ വൈഫ്, അത് ഇസ്ലാമിൽ തെളിവല്ല. ഇനി ഏതെങ്കിലും പണ്ഡിതന്റെ പെണ്ണുങ്ങള് മക്കൾ, ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ തെളിവ് ഇതാണ്. ഇത് നിങ്ങൾക്ക് മറക്കാതിരിക്കാം. പക്ഷേ മറച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല കാത്തിരക്ഷമാറാകട്ടെ. അത്ര സ്ട്രോങ്ങുള്ളൊരു സംഗതിയാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഈ മൂല്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. പ്രായപൂർത്തിയായ നമ്മുടെ മക്കളെ ഇസ്ലാമിക വസ്ത്ര സംസ്കാരം നാം പഠിപ്പിക്കണം. അത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. മറ്റത്, ഇത് മൗലികമായ ഒരു അവകാശമാണ്. ഏതൊരു മുസ്ലിം സ്ത്രീയുടെയും കന്യസ്ത്രീകളുടെയും ഈ നാട്ടിലെ ഓരോ സ്ത്രീകളുടെയും മൗലികമായ അവകാശത്തിൽപ്പെട്ടതാണ് അവർക്ക് മതം അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഈ വിശുദ്ധ വസ്ത്രം എന്ന് പറയുമ്പോൾ കന്യസ്ത്രീകളായ സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം തട്ടമാണ്. മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം തട്ടമാണ്. പക്ഷേ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം മുന്നിൽ മറയും, കന്യാസ്ത്രീകളുടെ വസ്ത്രം മുന്നിൽ മറയില്ല, ബാക്കോട്ടാണ്. പക്ഷെ ശിരോവസ്ത്രമുണ്ട്. അത് മൗലികമായ അവകാശമാണ്. അത് കളങ്കപ്പെടുത്താൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകൾ. ഒന്ന് ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ
21 വ്യക്തി സ്വാതന്ത്ര്യം, ഈ രണ്ടും ഈ ഹിജാബിലുണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനം അതിന്റെ നിയമങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഈ ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ രാജ്യത്തിന്റെ അവസ്ഥയും മതങ്ങളും സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യൂണിഫോമുകളാണ് സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടത്. എറണാകുളത്താണ് ഇപ്പോൾ വിഷയങ്ങൾ നടക്കുന്നത്. അവിടെയുള്ള ആളുകൾക്ക് മതസ്വാതന്ത്ര്യമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, വസ്ത്രധാരണമുണ്ട്. തട്ടമിട്ട ഒരു സഹോദരി പറയുന്നത്, ഒരു അധ്യാപിക പറയുന്നത്, നിങ്ങൾ തട്ടിട്ട് വരാൻ പാടില്ല എന്നതാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. എന്തുമാത്രം വിചിത്രമാണ്. നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്നത് ചോദ്യം ചോദിച്ചു. അദ്ദേഹം വിരോധാഭാസം എന്നതിനെ കുറിച്ച് പറഞ്ഞത് മറ്റു മതങ്ങളെ, അവരുടെ വേഷങ്ങൾ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, പരിഗണിക്കുക എന്നതാണ് മതേതരത്വം. ഹിജാബ് ധരിക്കുന്നത് ഒരു സ്വാഭാവികമായി പ്രതിഭാസമായി കാണുന്നതിന് പകരമായി അത് ധരിക്കുമ്പോൾ എന്തോ ഭീതി ഉണ്ടാക്കുന്നു എന്ന രൂപത്തിലാണ് കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള അഭ്യാസങ്ങളാണ് കലാലയങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതാണ് യൂണിഫോമിറ്റി. വേഷത്തിൽ മാത്രം യൂണിഫോമിറ്റി ഉണ്ടായിട്ടെന്ത് കാര്യം? തന്റെ സഹോദരനെ ആദരിക്കണം, ബഹുമാനിക്കണം, തന്റെ മുസ്ലിം സഹോദരനെ സ്നേഹിക്കണം, തൻ ക്രൈസ്തവ സഹോദരി അയൽവാസികളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരോടുകൂടി ചേർന്ന് നിൽക്കണം എന്ന മതസൗഹാർദ്ദത്തിന്റെ അധ്യാപനങ്ങളാണ് കലാലയങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. അങ്ങനെ തന്നെയാണ് പൊതുവിലുള്ളത്. നമ്മൾ ഈ ഒരു വാർത്തകൾ തെറ്റിദ്ധരിച്ചു പോകരുത്. വിവിധ സഭകൾ നടത്തുന്ന ധാരാളം സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള എല്ലാ സഭാ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടിട്ടിട്ട് തന്നെ പോവുക. തട്ടിടാതെ പോകുന്നത് മാതാപിതാക്കളുടെ പോരായ്മ മാത്രമാണ്. തട്ടിട്ട് പോകുന്നതിന് വീതോപതം പുലർത്തുന്ന സഭകളല്ല ഉള്ളത്. 90% സഭകളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തട്ടിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് കൂട്ടർ പറയുന്നുണ്ട്. അതിപ്പോ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരു അപകടമാണ്. ഈ മുസ്ലിം സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും പരസ്പരം അടുപ്പിക്കുക, തെറ്റിപ്പിക്കുക എന്നുള്ള ഗൂഢതന്ത്രവുമായിട്ട് ചില ശക്തികൾ ഇവിടെയുണ്ട് എന്ന് നമുക്കറിയാം. ആ ശക്തികളെ പേര് തിരുത്തറ പറയേണ്ട ആവശ്യം നമുക്കറിയാം. അവര് ആണ് ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നത്. എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് പറയുന്നത്. അഥവാ കുട്ടി പുറത്തു പോയാലും കുഴപ്പമില്ല എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ കരുതിയിരിക്കണം. അങ്ങനെ മതേതരത്വം കാത്ത് സംരക്ഷിക്കാത്ത മതവരി പഠിക്കുന്ന സ്ഥാപനമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അത്ര സ്ഥാപനങ്ങളിൽ പറഞ്ഞുവിടരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഒരു ഖത്തീബ് എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മതവരി പഠിക്കുന്ന, മതേതരത്തിന് വിരുദ്ധമായ മതശാസനകൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന, ഇസ്ലാമിക സമൂഹത്തോട് വെറുപ്പ് പുലർത്തുന്ന അങ്ങനെ പ്രത്യയശാസ്ത്രത്തിന്റെ വാക്താക്കളുടെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് മതസൗഹാർദ്ദം നിലനിൽക്കേണ്ട സ്ഥലമാണ്. ക്രൈസ്തവ വിശ്വാസികളോട് ഒരു വെറുപ്പ്, ഒരു വിരോധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം നെഞ്ചേക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഒരാളുടെ ഒരു വെറുപ്പില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. പക്ഷെ ഈ രൂപത്തിൽ അജണ്ട വെച്ചുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ ഇപ്പോ ഒരാളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില തരംഗാണിത്. അത് മനസ്സിലാക്കാൻ വിവേകം മുഅ്മിനീങ്ങളായി നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഹിജാബിനെ നാം ഒരു ആദർശമാക്കി മാറ്റണം. ഏതിന്റെ പേരിലാണോ നാം വേട്ടയാടപ്പെടുന്നത് അതിന്റെ അർത്ഥവും സംസ്കാരവും തിരിച്ചറിഞ്ഞ് അതിനെ നാം ശക്തിപ്പെടുത്തണം. പെൺകുട്ടികൾ ഹിജാബ് ഒരു ട്രെൻഡാക്കി മാറ്റണം നമ്മുടെ നാട്ടിൽ. ആ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ കലാലയങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോകണം, ജോലിക്ക് പോകണം, സമൂഹത്തിൽ ഇറങ്ങണം. നമ്മുടെ പെൺകുട്ടികൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ നിയമാവലികൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ നാം തയ്യാറാവണം. ആ രൂപത്തിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കണം.
ആ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നമ്മെ ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ നാടിനെ നല്ല സൗഹാർദ്ദപരമായ നല്ല അന്തരീക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.